ഹായ്. ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തിട്ട് ചെയ്യാൻ പോണേ ശിവു? ബൈബിൾ വായിക്കാൻ പോണം. ബൈബിൾ വായിക്കാൻ പോണേ അല്ലേ? ഏത് വായിക്കണ്ടേ? പ്രവാചകങ്ങൾ. പ്രവാചകനല്ല, സംഗീതം വായിച്ചാലോ? സംഗീതം വായിക്കാം. വേറെ വായിക്ക്, വേറെ സംഗീതം ഇന്ന് കണ്ടില്ലേ, ഇത് വരണം. അപ്പോൾ നമുക്ക് സംഗീതം 7 മതിയോ? സംഗീതത്തിന് 7 അല്ലേ? നോക്കട്ടെ. അപ്പം നോക്കാം. സംഗീതം 7. വലുതാണല്ലോ ശിവു. അപ്പോൾ പറഞ്ഞുതരാം വായിച്ചോട്ടാ. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ശരിക്കും പറയും, ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചു വിടുവിക്കണമേ. അവൻ സിംഹം എന്ന പോലെ എന്നെ കീറിക്കളയരുതേ. വിടുവിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എന്നെ ചീന്തിക്കളയരുതേ. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ ഇതു ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവമായ എൻ്റെ പക്കൽ നീതികേടുണ്ടെങ്കിൽ സംഗീതനം ഇല്ല, പോയിട്ടില്ല. എൻ്റെ പക്കൽ നീതികേടുണ്ടെങ്കിൽ എനിക്ക് ബന്ധുവായിരുന്നവനോട്, ബൈബിളല്ലേ വായിക്കണേ, എനിക്ക് ബന്ധുവായിരുന്നവനോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഹേതു കൂടാതെ എനിക്കും വൈരിയായിരുന്നവനെ ഞാൻ വിടുവിച്ചുവല്ലോ. ശത്രു എൻ്റെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കട്ടെ. അല്ല, ശത്രു എന്ന് ഞാനല്ല, ശത്രു എൻ്റെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കട്ടെ. അവൻ എൻ്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടട്ടെ. ഗുഡ് ബോയ വായിച്ചോ. അവൻ എൻ്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടട്ടെ. എൻ്റെ മാനത്തെ പൂഴിയിൽ തള്ളിയിടട്ടെ. യഹോവേ, ഇത് ലാസ്റ്റത്തെ ലൈൻ ഇട്ടാ, അത് കഴിഞ്ഞ് നമുക്ക് നിർത്താം. യഹോവേ, കോപത്തോടെ എഴുന്നേൽക്കണമേ. എൻ്റെ വൈരികളുടെ ക്രോധത്തോട് എതിർത്ത് നിൽക്കണേ. എനിക്ക് വേണ്ടി ഉണരണമേ. നീ ന്യായവിധി കൽപ്പിച്ചുവല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബൈബിൾ റീഡിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ബൈ പറയും. ബൈ. See you.